കഷ്ടാണത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിച്ചൊരി അങ്ങോട്ട് കിട്ടുകയും ചെയ്യില്ല. ഈ മുറ്റത്തൊക്കെ നിൽക്കുന്ന മരങ്ങളെ കണ്ട് മുറിച്ചിട്ടാ മതി. അതിനെങ്ങനെയാണ് കാക്കാക്കും പറ്റില്ല, ഉമ്മാക്കും പറ്റില്ല. ഇപ്പൊ വന്നാൽ പിന്നെ പറയും വേണ്ടിയില്ല. കുറച്ചും കൂടി തയ്യോളി അധികം പറ്റില്ലാതെ പോകും. തൽക്കാലം അതൊക്കെ ഒരു മൂലക്ക് കൂട്ടിയിട്ട് ഇമ്മ കാണുന്നതിന്റെ മുന്നേ തടി തപ്പുക നല്ലത്. ഇമ്മ കണ്ടാ പിന്നെ മുക്കും മൂലില്ലാണ്ട് മൊത്തം എന്നെ കൊണ്ട് അടിച്ചോടിപ്പിക്കും. തൽക്കാലം ഇതൊക്കെ മതി. ഇനി താത്ത എപ്പോഴെങ്കിലൊക്കെ ചെയ്തോളും. വേഗം അമ്മ വരുന്നതിന്റെ മുമ്പേ കുളിച്ച് മാറ്റി കോളേജിൽ പോവാൻ നോക്കട്ടെ. സാബിയെ നിഹാന്റെ ഫോണിൽ അടിച്ചിട്ട് എടുക്കണില്ലല്ല. ഓന്റെ കുന്തും കൊടച്ചക്കറും പൊക്കിട്ട് ഇന്നും പോയിക്കണാ വീഡിയോ ഷൂട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ പോയിക്കണ്. ഇങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ അതും ഇതൊക്കെ പറയും പറഞ്ഞിട്ടേ എന്നോട് പറഞ്ഞിങ്ങാണ്ടാ പോയത്. ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ചിട്ടാ എന്റെ റബ്ബേ. ഓന്റെ ഒപ്പം പഠിച്ച ഓരോരുത്തരും നല്ല നല്ല പണിയിൽ കേറി കല്യാണം കഴിക്കാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ക്യാമറയും തൂക്കി പിടിച്ചാണ്ട് നടന്ന ഇക്കാലത്ത് വല്ലതും ആവുവോ? അതോ എനിക്ക് കൂട്ടും കുടുംബം ഒന്നും വേണ്ടയാണാവോ? എന്നും ഇങ്ങനെ സൂട്ട് സൂട്ട് എന്ന് പറഞ്ഞ് നടന്നാ മതിയാ? ഓൻ അങ്ങനെ വെറുതെ നടക്കുന്നല്ലമ്മ. കാര്യം എന്തായാലും ഓൻ ചെയ്യണ വീഡിയോക്കൊക്കെ നല്ല റീച്ച് ഉണ്ട്. എത്ര ആൾക്കാരാ നല്ല നല്ല കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിപ്പോ ഓൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ. പിന്നെപ്പേ എഞ്ചിനീയർമാരും ഡോക്ടർമാരും അടക്കം ആ പണിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണ കാലാണ് ഇപ്പോ. അതുകൊണ്ട് ഓനും ഒന്നും കാണാതൊന്നും ഇതിനിറങ്ങി പുറപ്പെടൂല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഇക്കാലത്ത് ഓരോരോ കുന്തും കൊടാപ്പും. ഓനക്ക് പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഇവിടെ മൂത്ത ആൾക്ക് പിന്നെ അതില്ലാഞ്ഞിട്ടാന്ന് വിചാരിക്കാം. ഇവന്റെ കാര്യം അങ്ങനല്ലല്ലോ. നേരാൻ വണ്ണം പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായ ഓനല്ലേ. എന്നിട്ടിപ്പോ ഓനിപ്പൊ ഈ വീഡിയോ ഷൂട്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോഴേ ഒരു വേജാറ്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നെജുമ അവിടെ? ഓൾ അടിച്ചോരില് കഴിഞ്ഞില്ലാണ്. അവൻ കോളേജിൽ പോവാനായില്ലേ? എടി പെണ്ണേ, കഴിഞ്ഞില്ലടി. ഞാൻ നേരത്തെ വെച്ച് പടഞ്ഞ് തിന്നാതെ പോവാൻ നിക്കണ്ട. നേരത്തെ നീക്കാൻ പറഞ്ഞ അത് കേൾക്കൂലല്ലോ. ആ വായിക്ക് വെച്ചിട്ടേ അത് ജഡ്ജുള്ളൂ. ഇങ്ങള് വിളിച്ചിറക്കണ്ടമ്മ. ഓൾത് കഴിഞ്ഞ് കുളിക്കാൻ കേറിക്കണ്. ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളു. പിന്നെ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് നെജ്മാന്റെ കല്യാണം നോക്കണേന്റെ കൂട്ടത്തില് നമുക്ക് നിഹാലിന്റെ കാര്യം അങ്ങോട്ട് നോക്കിക്കൂടമ്മ. ചെലപ്പോ ഒരു പെണ്ണൊക്കെ വന്നു കഴിഞ്ഞാലേ ഓൻ ചെലപ്പോ ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നിർത്തി പഠിച്ച പണിക്ക് തന്നെ പോവും. നമുക്കൊന്ന് നോക്കിയാലെന്താ? അതൊക്കെ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ എന്റെ പെണ്ണെ. ഒക്കെ വന്നു കയറുന്ന ഓരോ പെണ്ണുങ്ങളെ ഹൗസ് പോലെ ഇരിക്കും. ചെലപ്പോ ഈ ഉള്ളതും തല കുത്തനാകാൻ വേണ്ടിട്ടേ വന്ന പെണ്ണെന്നെ ധാരാളേക്കാരം. എന്തായാലും നല്ല ഒന്നിനെ ഓൻക്കും കിട്ടണം. നെജ്മാന്റെ കല്യാണത്തിന്റെ കൂടെ ഓന്റെ ഒന്ന് നടത്തിയാ കൊള്ളാന്ന് ഇപ്പിയും പറഞ്ഞിട്ടുണ്ട്. ഇജാ കത്തിന്റെ അടുത്താ. എന്നാ പിന്നെ നമുക്ക് കാര്യമായിട്ട് തന്നെ നോക്കമ്മ. ചെലപ്പേ ഒരു പെണ്ണും കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ ഓനും ഓന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിന്ന് വരും. ഓനക്ക് അതിനുള്ള പ്രായക്കായില്ലേ. പണ്ട് നവാസിനെ കല്യാണക്കാരിയെ നോക്കാൻ നിക്കണ നേരത്ത് ഇവിടെ കുടുംബക്കാരും ഇവിടത്തെ എപ്പി ഒക്കെ പറഞ്ഞിന്ന് ഒരു പെണ്ണ് വന്ന് കേറി കഴിഞ്ഞാല് ഓന്റെ ഈ പിസ്കത്തരും അടക്കും ചിട്ടൊക്കെ കൊറേ കണ്ട് മാറിക്കിട്ടുന്ന്. എന്നിട്ട് ഇപ്പൊ ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്ര കഴിഞ്ഞ് ഓന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റണ്ടാ? ഒരു കുട്ടിയായി കഴിഞ്ഞാല് ചെലവ് കൂടുന്നും പറഞ്ഞിങ്ങാണ്ട് ആ ഒരു കാര്യം തന്നെ വർഷം എത്ര നീട്ടി നീട്ടി കൊണ്ടുപോയി ഓൻക്ക്. എന്നിട്ടിപ്പ എന്തേ? ഓൻക്ക് പഠിച്ചോന് വയസ്സാം കാലത്ത് കൊടുത്തതേ രണ്ട് അറ്റപ്പം കുട്ടികളല്ലേ. അതാണ് പറഞ്ഞത്. ഓരോന്നും പഠിച്ചോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഓന്റെ പിസ്കത്തറ ആ കുട്ടികളെ പേരും പറഞ്ഞിട്ടാ കൂടുതല്. എന്തെന്ന് പറഞ്ഞാലും പറയേ ഇക്ക് ഒരേ പ്രായത്തില് രണ്ടെണ്ണ വളർന്നു വരണേന്നുള്ളത്. ഓന്റെ പറച്ചില് കേട്ടാ വിചാരിക്കൂ ഓൻക്ക് മാത്രമേ പെൺകുട്ടികളുള്ളൂ, ഓൻക്ക് മാത്രമേ ഇരട്ടക്കുട്ടികളുള്ളൂ എന്നൊക്കെ. മക്കൾ എന്തെങ്കിലും കാര്യത്തിന് പിഷ്കത്തരം കാട്ടണ കാണുമ്പോഴാ എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ വരുന്നത്. ഇമ്മക്കറിയാലോ,
ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ജീവിക്കും. അതുപോലെയാണ് കുട്ടികളെ കാര്യങ്ങള്. രണ്ട് പെൺകുട്ടികളാകുമ്പോ ഓൾക്ക് എന്തോലും സാധനങ്ങൾക്കും മറ്റേനൊക്കെ പൂതി ഉണ്ടാവും. നിക്കന്നെ പള്ളയുണ്ടായിരുന്ന സമയത്ത് കുട്ടികളാണെന്ന് പറഞ്ഞപ്പോഴേ എന്തോ ഒരു പൂതിയായിരുന്നെന്ന് അറിയോ? അത് ഒരു പെൺകുട്ടികളാണിച്ചാല് ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ഒരേപോലെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അണീച്ചൊരുക്കി നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ കുട്ടികൾക്ക് വല്ല ഫാൻസി സാധനങ്ങളോ ഡ്രസ്സുകളോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് എവിടെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടേ കാക്ക മേടിച്ചു തരുള്ളൂ. ഇന്നാ തന്നെ ഇപ്പൊ ഓരോന്ന് കൊടുത്തയക്കുമ്പോഴും നിഹാല് കുട്ടികൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ ഒറ്റങ്ങൾക്ക് പൂതി അറിഞ്ഞിട്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരൊറ്റ കാര്യത്തിലെ നിക്ക് സങ്കടം വരിക. അനക്ക് സങ്കടല്ലേ വരുന്നുള്ളൂ. കാര്യം ഓന്റെ മോനൊക്കെ തന്നെയാണ്. പക്ഷേങ്കി ഓന്റെ ചെറിയ നേരത്തെ കാട്ടിലും പറച്ചിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അന്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണിച്ചാല് എന്നോ പോണ പാട്ടില് പോയിട്ടുണ്ടാവും. ഇങ്ങളീ പറഞ്ഞത് കാക്ക കേട്ടുകാണ്ട് വരണ്ട. അല്ലെങ്കിൽ തന്നെ പറയേ നിങ്ങളീ അമ്മായിമ്മ മരിയോളും എപ്പൊ നോക്കിയാലും എന്റെ കുറ്റം പറച്ചിലാ പണിയുന്ന്. എങ്ങനെ പറയാണ്ടിരിക്കുന്ന സാബിയച്ചി പറഞ്ഞത്. അന്റെ പ്രസവും കാര്യങ്ങളും കഴിഞ്ഞിട്ടേ വർഷം 7-8 ഇപ്പോഴും ആ ആസ്പത്രി കണക്കിന്റെ കാര്യം കണക്കും പറയാത്ത ഒരു ദിവസം ഉണ്ടാവും ഓനക്ക്. പള്ളയുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാക്ക പ്രസവം എന്നൊക്കെ പറഞ്ഞ ആളെ പ്രസവിക്കാറായപ്പോ ഇന്റെ വയ്യായും കേടൊക്കെ പാടിയും കണ്ടപ്പോ കാര്യം എന്തായാലും നല്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റിയല്ലോ. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് വർഷം 7-8 ആ ചെലവ് പറിച്ചിട്ട് കേൾക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. എന്നാലും സ്നേഹമുണ്ട്. ഈ ഒരു പിശുക്കത്തരം മാത്രമേ ആകെ ഒരു കുറവായിട്ടുള്ളൂ. ആദ്യത്തെ പേരക്കുട്ടികളാണ്. ആനക്ക് ആദ്യമായിട്ടുണ്ടാവണ കുട്ടികളാണ്. അതുകൊണ്ട് അറിവും കാര്യങ്ങളും 15 ഒക്കെ നല്ല ഉസാറായിട്ട് കേൾക്കണമെന്നേ. ഇപ്പൊ ഒരു പൂതി അറിഞ്ഞേക്ക് ഓൻ എന്തേ പറഞ്ഞത്? ഓനെ കൊണ്ട് അതൊന്നും കൂട്ടിയാ കൂടൂലാന്ന്. അവസാനം ആ കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കാന് ഇപ്പന്നല്ലേ പൈസ അയച്ചു കൊടുത്തത്. അതുകൊണ്ട് അതൊക്കെ അന്ന് ഉസാറായിട്ട് നടന്ന്. അത് ഒരു കഥ. മക്കളെ സ്കൂളിൽ ചേർക്കാൻ വരുന്ന കാലം ഇപ്പൊ എന്തേ പറഞ്ഞത്? എത്രയോ പറഞ്ഞു ഞാന് മക്കളെ ഏതെങ്കിലും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇട്ട് പഠിപ്പിക്കാന്നുള്ളത്. അപ്പൊ എന്തിനോട് പറഞ്ഞത്? മക്കൾക്ക് ഗവൺമെന്റ് സ്കൂളില് മുട്ടയും പാലും പോഷകാഹാരങ്ങളൊക്കെ കിട്ടുന്ന കാലാണ് ഇപ്പോ. ഗവൺമെന്റ് അത്രയും നല്ല സൗകര്യങ്ങൾ തരുമ്പോ എന്തിനാ വെറുതെ അതൊക്കെ കളയണേന്ന്. പൈസ ചെലവ് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലേ അപ്പ എന്റെ മകൻക്ക് ഒരു മുട്ടുനായ ഉണ്ടാവും. അതും ഇതും പറഞ്ഞിട്ട് ഓൻ അത് കെച്ചും വരാണ്ട് കഴിച്ചു വിട്ടും. അല്ല, മക്കളെ വിളിച്ചണില്ലേ? സ്കൂളില്ലേന്നോൽക്ക്? ഇന്ന് ഓൽക്കേ കളറിംഗ് കോമ്പറ്റീഷൻ ആണമ്മ. ഓരോ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ് മത്സരത്തിന്. അത് ശരി. നിഹാലേ മക്കള് ഡാൻസ് കളിച്ചിന വീഡിയോ ഓന്റെ ചാനൽ ഇട്ടീനത്രേ. ഇപ്പൊ അത് കണ്ടിട്ടുണ്ട് പറഞ്ഞേ മക്കളെ കാണാൻ പൂതിയാവുണ്ടെന്ന്. 2-3 വർഷമായില്ലേ ഇപ്പൊ ഓലെ നേരി കണ്ടിട്ടൊക്കെ. നിഹാൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങള് ഓന്റെ ചാനലിൽ ഇടുന്നോണ്ട് ഇപ്പാക്കത് നേരിട്ട് കാണുമ്പോലെ എങ്ങനെ തോന്നുന്നു അറിയും. ഇനിയിപ്പോ ഏറിപ്പോയാല് 1 വർഷം കൂടിയല്ലേ ഇമ്മ അപ്പ അവിടെ നിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ വന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോകൂലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് മക്കളെക്കാരും തുള്ളിച്ചാടുണ്ടാവുക. എപ്പോഴും പറയും വല്യപ്പാക്ക് നാട്ടിൽ തന്നെ നിന്നൂടെ, എന്തിനാ കൊറേ കഴിയുമ്പോ മാത്രം വന്നു പോണെന്നൊക്കെ. ഇൻഷാ അല്ലാ ഇനിയിപ്പൊ വല്യപ്പ നാട്ടിൽ വന്നാല് വയസ്സാം കാലത്ത് പേരക്കുട്ടികളെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൂടാലോ. ഇമ്മാന്റെ ഏറ്റവും വലിയ പൂതി തന്നെയാണത്. അല്ലേലും ഇപ്പൊ എന്നോ പ്രവാസം നിർത്തി പോരേണ്ട കാലൊക്കെ കഴിഞ്ഞു. അടുത്ത വർഷാവാ പിറ്റത്തെ വർഷാവാന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പാക്ക് ഇപ്പോ നാട്ടിൽ തന്നെ വന്നിട്ട് റെസ്റ്റ് എടുത്ത് കൂടേണ്ട പ്രായല്ലേ ഇപ്പോ. ഇമ്മാടെ പൂതി പോലെ ഇനിയിപ്പാനോട് തിരിച്ചു പോണ്ടാന്ന് തന്നെ അത് പറഞ്ഞാളെ. അത് ഇന്റെ മാത്രം പൂതിയല്ലടി പെണ്ണെ. വയസ്സായി കഴിഞ്ഞാലേ ഒരുമാതിരിപ്പെട്ട എല്ലാ വാപ്പാർക്കും ഉമ്മാർക്കും ഉള്ളില് അങ്ങനെ ഒരു പൂതി ഉണ്ടാവും. വയസ്സാം കാലത്ത് അവനാന്റെ മക്കളെയും പേരക്കുട്ടിയോളെയും ഒക്കെ കളിയും ചിരിയും വർത്താനൊക്കെ കണ്ട് ഒരു ബാധ്യതയും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെരടെ ഉമ്മർത്തെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ആ ഇരിക്കണ ഒരു സ്വപ്നം അത് എല്ലാ ഉമ്മാന്റെയും വാപ്പാന്റെ ഉള്ളിലുണ്ടാവും. അതേപോലത്തെ ഒരു സ്വപ്നം തന്നെ ഈ ഇമ്മാന്റെ ഇപ്പാന്റെ ഉള്ളിലുള്ളത്. ഇൻഷാ അല്ലാ ഇമ്മാന്റെ ഇപ്പാന്റെ എല്ലാ സ്വപ്നവും നല്ല റാത്തായിട്ട് തന്നെ നടക്കട്ടെ. താത്താ ചോറെടുത്ത ചളിട്ടാ. ആ ചോറ് പാത്രത്തിലാക്കണേ. ആദ്യം കൊണ്ട് ചായ കുടിക്കാൻ നോക്ക്. ഓൾക്കുള്ള ചായം കടിക്കാൻ ഞാൻ എടുത്തോളാം. ഇജ്ജ് പോയിട്ട് മക്കളെ വിളിക്കാൻ നോക്ക്. നേരം വെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് പിന്നെ ഒറ്റങ്ങളേറ്റ് കെട്ടി മറയേണ്ടി വരും. ചെല്ല്. എന്നാ അതില് മീനും കൂടി ആക്കി കളിട്ടാ. കറി ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്.
ലേ മോളെ, നീ മോളെ, ഏയ് എന്താ ഇപ്പൊ രണ്ടും കൂടി ഉള്ളൊരു സ്നേഹം. ഉറങ്ങിക്കഴിഞ്ഞാ നല്ല സ്നേഹം, ഉണർന്നാലേ പിന്നെ യുദ്ധം. ലേ മോളെ, നീ മോളെ, നീറ്റണി രണ്ടാളൂ, നീറ്റണി. ഇന്ന് കളറിംഗ് മത്സരം ഉള്ളതല്ലേ, നീറ്റാണി. കളർ ബുക്ക് കളറും കൊടുന്ന കൊന്റും കൊന്റും ആദ്യത്തെ തവണ തന്നെ പറയുമ്പോ കൊണ്ടാനേ നിങ്ങളെപ്പാനെ ബോധം കെടുത്തേണ്ടി വരും. നിങ്ങള് നീറ്റാണി. അതപ്പൊ കളറൊന്നും കൊടുന്നില്ലേ? കൊടുന്നിട്ടില്ല, വെച്ച് മറന്നത്രേ. മറവി എന്ത് കാര്യം പറഞ്ഞാലും വന്നിട്ട് വരുന്നേ. ശരിയാണ്, എന്ത് ഈ പച്ച എന്ത് പറഞ്ഞാലും മറന്നിട്ട് വരുന്നേ. ഈ ചോദ്യേ കൊറേ വർഷങ്ങളായിട്ട് ഇമ്മച്ച സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പച്ചക്ക് നമുക്കേ ഇതിന് നല്ല മരുന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ആദ്യം ഇമ്മയുടെ കുട്ടിയോട് നീട്ടിട്ടേ കുളിച്ച് റെഡിയാവാൻ നോക്കിക്കാണേ, നമുക്ക് പോണ വഴിക്ക് വാങ്ങിക്കാം. നീക്കേ. നല്ല സുന്ദരി കുട്ടികളായി രണ്ടാളും, വലിയ കുട്ടികളായിക്കണേ. മൂന്നാം ക്ലാസ്സിൽ എത്തിയ വലിയ കുട്ടികളായാ? അത് ശരി. അപ്പൊ ഞാൻ എന്താണ് അമ്മച്ചക്ക് പണിയൊക്കെ എടുത്ത് സഹായിച്ചരിക? മൂന്നാം ക്ലാസ്സിലല്ലേ, 5ാം ക്ലാസ്സിൽ എത്തുമ്പോ എല്ലാം പഠിച്ചു. അത് ശരി. അല്ല, എന്തൊക്കെ പണിയോട് അമ്മച്ചക്ക് ചെയ്തരും അത് പറഞ്ഞാണ്. ഞാന് അടിച്ചു വരുമ്പോ ലിയ തൊടിക്കും, ഞാന് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യുമ്പോ ലിയ കുക്ക് ചെയ്യും. എന്തായാലും 2 വർഷം കൂടി കഴിഞ്ഞാ ഉമ്മച്ചക്ക് ഫുള്ള് റെസ്റ്റ് ആണ് അർത്ഥം. എവിടെ കഴിഞ്ഞില്ല രണ്ടാളി ഒരുക്കോ? നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലേ രണ്ടാളും. ഇന്ന് ചിത്രം വരക്കാൻ വേണ്ടി പോവല്ലേ? നന്നായിട്ട് വരച്ചിട്ടേ സമ്മാനൊക്കെ വാങ്ങി വരണട്ടാ. അതിന്റെ ക്രയോൺസ് കളർ ഒന്നും കൊടുത്തിട്ടില്ല അമ്മ, ഇപ്രാവശ്യം മറന്ന്. വല്ലാത്തൊരു സുയിപ്പായല്ലോ ഇപ്പൊ ഇത്. ഈ ഒരു ചെക്കനെ കൊണ്ട് ഈ മക്കള് കടങ്ങറാകുകയാണല്ലേ റബ്ബേ. എലിമാടെ കുട്ടികളെ കജോടെ ചെന്നിട്ട് ഇപ്പാന്റെ പൈസ പഠിച്ചോളെ, അങ്ങനെ വിട്ടുകൊടുക്കണ്ട. ചെല്ലി ആയിക്കോട്ടെ, ഞങ്ങൾ ഇപ്പാന്റെ അടുത്ത് പോയി പൈസ വാങ്ങിച്ചാ. എല്ലാ എന്താ ഇത്ര വലിയ ഗൗരവം? അച്ചോ, അതിപ്പോ എന്താ പെട്ടെന്നൊരു തെറ്റല്? അത് പിന്നെ ഇപ്പച്ചി മറന്നു പോയിട്ടല്ലേ. അതെ, ഇന്ന് രാത്രി വരുമ്പോ ഇപ്പച്ചി കൊണ്ടുവരട്ടാ. പിന്നെ ഇന്ന് രാത്രി കൊടുക്കുന്ന എന്താ കാര്യം? എന്നാ പിന്നെ ഇപ്പൻ്റെ കുട്ടികള് തൽക്കാലം വേറെ ഏതെങ്കിലും കുട്ടികളെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വരച്ചോളി. അടുത്ത മത്സരം ഉണ്ടാവുമ്പോഴേ നമുക്ക് വാങ്ങിക്കൊണ്ടുപോവാം ട്ടാ. പറ്റൂല, പറഞ്ഞ പറ്റൂല. അങ്ങനെ പറ്റിക്കാതെ കിട്ടാം. പക്ഷെ ഞങ്ങൾക്ക് പൈസ നമുക്ക് ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. അത് വേണ്ട. ഇപ്പൊ ചിന്ന് എന്തായാലും കൊണ്ടുവരാം. തൽക്കാലം ഇന്ന് നിങ്ങള് ഇവിടെ ഉള്ള കളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് പറഞ്ഞാലും പറ്റില്ല. ഇപ്പൊ എന്ത് കാര്യം പറയണെങ്കിലും മറന്നിട്ടേ വരുള്ളൂ. ഇനിയിപ്പൊ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി, ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. പെട്ടല്ല വടച്ചോനെ. അന്നെ ഒതുക്കണെങ്കിലേ അന്റെ മക്കളെ കൊണ്ട് തന്നെ ആവുള്ളൂ മാനെ. വിജയ് ഒറ്റ പൈസ കൊടുത്താണ് പോണ വൈക്ക് ഒറ്റങ്ങൾ വാങ്ങിക്കോളൂ. എല്ലാ രണ്ടാക്കും കൂടി 50 പോരെ? 50 റുപ്പീസ് കൊണ്ടൊന്നും കളറും കുറയാനും കിട്ടൂല. എനിക്ക് 100 വേണം, മേക്കും 100 വേണം. നൂറും അപ്പൊ രണ്ടാക്കും കൂടി 200 വേണല്ലേ?
പെൺകുട്ടിയോളെ ചില്ലറക്കാരല്ല മനെ. വാപ്പാന്റെ പോക്കറ്റിൽ കച്ചിട്ടിട്ടേ പൈസ എടുക്കാനുള്ള ഏക അവകാശം പെൺകുട്ടികൾക്കാണെന്ന് പയമക്കാർക്കൊരു ചൊല്ലുണ്ട്. അനക്കേ രണ്ടെണ്ണാണ് ഒരേ പ്രായത്തില്. അന്റെ പിസ്കത്തരും അന്റെ ഈ മൂട്ട സ്വഭാവം ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കില് അത് അന്റെ മക്കളെ കൊണ്ട് തന്നെ നടക്കുള്ളൂ. ഇനിയിപ്പൊ ആ കണക്ക് വേഗം ഡയറിയിൽ എഴുതി വെച്ചാളി. അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാല് ഈ 200 എടുക്ക പോയിന്ന് നോക്കിട്ടേ തല പോക്കേണ്ടി വരും. സാബിയെ, നിഹാൽ എപ്പോഴാ വരാന്ന് പറഞ്ഞിരുന്നത്? ഉച്ചക്ക് മുന്നേ വരാന്ന് എന്നോട് പറഞ്ഞിരുന്നു പോകുമ്പോ. പിന്നെ ഓന്റെ കാര്യം ആയതുകൊണ്ടേ വേറെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാ ഓൻ ആ വഴിക്ക് പോകും. നിങ്ങളൊന്ന് വിളിച്ചോക്കി. നിഹാൽ സാറ് ഫോണാണല്ലോ. ഈ ഷോട്ട് എനിക്ക് വൈഡ് കിട്ടണം. ഫ്രെയിമിൽ മിനിമം 3 ആർട്ടിസ്റ്റെങ്കിലും വേണം. ഓക്കെ, ഈ ഷോട്ട് കൂടി കഴിഞ്ഞാൽ ലൊക്കേഷൻ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ. നിഹാൽ സാറേ, സാറ് ഫോൺ അടിക്കുന്നുണ്ട്. എന്താണോ തനിക്ക് ബോധല്ലേ? ഷൂട്ട് ചെയ്യുന്ന സമയത്താണോ ഫോൺ വന്ന കാര്യം പറയാ? സാറേ, കുറെ നേരമായി ഫോൺ ബെല്ലടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി മേലാ ഇത് ആവർത്തിക്കരുത്. ആരും വിളിച്ചാ പിന്നെ വിളിക്കാൻ പറയണോ. ഷൂട്ടിംഗ് കണ്ടിന്യൂ. സോറി സാർ. ഹലോ, നിഹാൽ സാറ് കുറച്ച് ബിസിയാണ് കേട്ടോ വല്യക്ക. നിങ്ങൾ പിന്നെ വിളിച്ചോളേ. ആ, കട്ടാക്കി. ഓ, എന്നോടല്ലട അർത്ഥണ്ടി. ഞാൻ ഇവിടെ കട്ട് പറഞ്ഞ വലിയ കക്ക വിളിച്ചെങ്കിൽ നിനക്ക് പറഞ്ഞൂടായിരുന്നോ? നേരത്തെ പറഞ്ഞേനേന് ചീത്ത, ഇപ്പം പറയാണ്ടിരുന്നേന് ചീത്ത. ഞാനിപ്പം എന്താ ചെയ്യണ്ട്? ആ, നീ ഒന്നും ചെയ്യണ്ട. ആ ഫോണിങ് എടുക്ക്. ഇജ്ജിത് ഏത് ബാപ്പാടെ പോയി കിടക്കാണ്? എനിക്കെന്താ വിളിച്ചാ ഫോൺ എടുത്തൂടെ? അത് പിന്നെ കാക്ക, ഞാൻ ഷൂട്ടിലായിരുന്നു. ഇജു എൻ്റെ ഒരു ഷൂട്ടും. എന്നോട് ഇന്ന് കടിക്ക് ഞാൻ വരാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ സ്റ്റോക്ക് എടുക്കുന്നു. അങ്ങാ, അതിന്നായിരുന്നോ? നമുക്ക് നാളെ പോയാ പോരെ? എന്നോട് ഞാനാണ് പറഞ്ഞാണ് കേട്ടാ മതി. ഉച്ചക്ക് മുന്നേ വേഗം വായോ. ശരി വല്യക്ക, എന്നാ പിന്നെ ഞാനിപ്പം വരാം. ഈ സെറ്റ് മൊത്തം ഭരിക്കുന്ന ഇയാൾക്ക് വല്യക്കാരൻ മാത്രമേ ലോകത്ത് പേടിയുള്ളൂ. എന്തായി ഓൻ വരാറിഞ്ഞാ? പിന്നല്ലാതെ അവനെ വന്നാല് നേരെ അവനോട് കടി കണ്ടു വരാൻ പറയും. ഞാൻ പോവാണ്. ക്യാമറ എടുത്തിട്ട് പുറത്തു പോയാലേ ഇമ്മി ഇപ്പിയും പറഞ്ഞാ പോലും നേരത്തിന് പെരേ വരാത്ത ആളാ. ഇങ്ങളെ വാക്കിന് എന്തായാലും ഓനക്കൊരു എതിരഭിപ്രായം ഇല്ല. പെണ്ണൊക്കെ കെട്ടി കഴിയുമ്പോഴേ ഈ സ്വഭാവം മാറുമോ എന്തോ. അതെ, അങ്ങനെ ഇങ്ങനൊന്നും മാറൂല എൻ്റെ മോളെ. അതേ എൻ്റെ അഞ്ജന. അങ്ങനെ വല്ലാണ്ട് അഹങ്കരിക്കൊന്നും വേണ്ടട്ടാ. ഇമ്മ രാവിലെ പറഞ്ഞ പോലെ ചെലപ്പോ ഒക്കെ കേറി വരുന്ന പെണ്ണുങ്ങളെ കയ്യിലായിരിക്കും ബാക്കി കാര്യങ്ങള്. നിഹാലിന്റെ പെണ്ണ് എങ്ങനെയുള്ളതാണാവോ എന്തോ.